നമ്മൾ ഒരു സമാന്തര ശ്രേണിക്ക് ബീജഗണിത രൂപം ഉണ്ടെന്ന് പഠിച്ചായിരുന്നു അല്ലേ. dn പ്ലസ് എഫ് മൈനസ് ഡി വെച്ചത് എഴുതാമെന്നും അവിടെ എന്നിന് 1 ഇട്ട് കൊടുത്താൽ ഫസ്റ്റ് ടൈം കിട്ടുമെന്നും എന്നിന് 2 ഇട്ട് കൊടുത്താൽ രണ്ടാമത്തെ ടൈം കിട്ടുമെന്നും എന്നിന് 10 ഇട്ട് കൊടുത്താൽ 10ാമത്തെ ടൈം കിട്ടുമെന്നും പഠിച്ചു. ഇവിടെ ഒരു സമാന്തര ശ്രേണിയുടെ n പദങ്ങളുടെ ആദ്യ n പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപം തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ ചോദിക്കും. അപ്പോൾ തുകയുടെ ബീജഗണിത രൂപം എന്ന് വെച്ചാൽ ഏകദേശം ഈ ഒരു ഫോമിലായിരിക്കും, n സ്ക്വയർ പ്ലസ് n എന്ന് പറയുന്ന ഒരു ഫോമിലേക്കായിരിക്കും തരുന്നത്. നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും, അല്ലെങ്കിൽ ചോദ്യത്തിൽ പറഞ്ഞിരിക്കും. അപ്പോൾ ഇവിടെ ഒരു സമാന്തര ശ്രേണിയുടെ ആദ്യ n പദങ്ങളുടെ തുക n സ്ക്വയർ പ്ലസ് 2n എന്ന ഫോമിലാണ് എന്ന് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നു. ആൻഡ് ക്വസ്റ്റ്യൻ എ, ഇവിടുത്തെ ഫസ്റ്റ് ടൈം എത്ര? ഫസ്റ്റ് ടൈം കാണാൻ എളുപ്പമാണ്. എന്നിന് 1 ഇട്ട് കൊടുത്താൽ മതി. അതായത് 1 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 1. 1 സ്ക്വയർ 1 ആണ്, 2 ഇൻറ്റു 1 2 ആണ്. 3 ആയിരിക്കും ഇവിടുത്തെ ഫസ്റ്റ് ടൈം. ഇനി ഇവിടുന്ന് സെക്കൻഡ് ടൈം കണ്ടുപിടിക്കുന്നതിന് മുമ്പിട്ട് നമുക്കിവിടെ എന്നിന് 2 ഇട്ട് കൊടുത്താൽ എന്ത് സംഭവിക്കും നോക്കാം. എന്നിന് ഞാനിവിടെ 2 ഇട്ട് കൊടുത്തു. അപ്പോൾ 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 എന്ന് വരും അല്ലേ. സം എന്ത് വരും? സം ഓഫ് 2 ടൈംസ് 2 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 2 4 പ്ലസ് 4 അതായത് 8 വന്നു. അപ്പോൾ എന്നിന് 1 ഇട്ട് കൊടുത്തപ്പോൾ ഫസ്റ്റ് ടൈം കിട്ടി. എന്നിന് 2 ഇട്ട് കൊടുത്താൽ കിട്ടുന്നത് സം ഓഫ് 2 ടൈംസ് ആണ്. സം ഓഫ് ഫസ്റ്റ് 2 ടൈംസ് ആണ്. അതായത് ഫസ്റ്റ് ടൈമും സെക്കൻഡ് ടൈമും കൂടെ കൂട്ടുമ്പോൾ എത്രയാണോ അത്. അപ്പോൾ എന്നിന് 3 ഇട്ട് കൊടുത്താൽ ഫസ്റ്റ് 3 ടൈംസിൻ്റെ സമ്മാണ്, തുകയാണ് ഇവിടെ കിട്ടുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടുന്ന് ഫസ്റ്റ് ടൈമും ഫസ്റ്റ് 2 ടൈംസിൻ്റെ സമ്മും കിട്ടിയതുകൊണ്ട് തന്നെ സെക്കൻഡ് ടൈം നമുക്ക് ഇവിടെ വ്യത്യാസമായിട്ട് എഴുതാം. 8 മൈനസ് 3 അതായത് 5. ഇനി വേണമെങ്കിൽ നമുക്ക് ശ്രേണി അഥവാ സീക്വൻസ്, അരിത്തമെറ്റിക് സീക്വൻസ് എങ്ങനെ എഴുതാം? ഫസ്റ്റ് ടൈം കിട്ടി 3, സെക്കൻഡ് ടൈം കിട്ടി 5. ഫസ്റ്റ് 2 ടൈംസിൻ്റെ സമ്മ 8 ആയതുകൊണ്ട് തന്നെ സെക്കൻഡ് ടൈം കിട്ടാൻ ആ സമ്മിൽ നിന്ന് ഫസ്റ്റ് ടൈം കുറച്ചാൽ മതി അല്ലേ, 5. ബാക്കി നമുക്ക് എഴുതി പോകാമല്ലോ. 3 പ്ലസ് 2 5, 5 പ്ലസ് 2 7, 7 പ്ലസ് 2 9 ഇങ്ങനെ പോകും അല്ലേ. ഇനി ഇതിൽ നിന്ന് എന്ത് വേണമെങ്കിലും നമുക്ക് എടുത്ത് എഴുതാനും പറ്റും. ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതണമെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും, അതായത് ഡി എടുത്ത് എഴുതണമെങ്കിലോ എല്ലാം നമുക്ക് ഇതിൽ നിന്ന് എന്നിന് വില ഇട്ട് കൊടുത്ത് തുടർന്ന് എഴുതാൻ പറ്റും.